ഇന്ത്യൻ ജയിലുകൾ ലഷ്കർ-ഇ-തോയ്ബയുടെ റിക്രൂട്ട്മെന്റ് കേന്ദ്രങ്ങളാക്കാനുള്ള പദ്ധതി പാളി. ജയിലുകൾ തീവ്രവാദ റിക്രൂട്ട്മെന്റ് കേന്ദ്രങ്ങളാക്കാൻ തുനിഞ്ഞാൽ ഇനി കളി മാറും. ലഷ്കർ-ഇ-തോയ്ബയുടെ റിക്രൂട്ട്മെന്റ് കേന്ദ്രങ്ങളാകുന്നു എന്ന പരാതിയെ തുടർന്ന് NIA നടത്തിയ ഓപ്പറേഷൻ ഇപ്പോൾ വിജയം കണ്ടിരിക്കുകയാണ്. ജയിലിനുള്ളിൽ ഇരുന്ന് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും തീവ്രവാദ റിക്രൂട്ട്മെന്റിനും നേതൃത്വം നൽകിയ ലഷ്കർ-ഇ-തോയ്ബ ഭീകരൻ തടിയൻവിട നസീർ ഉൾപ്പെടെ 7 പേർക്ക് 7 വർഷം കഠിന തടവ്. ബംഗളൂരുവിൽ സ്ഫോടനങ്ങൾക്കും ഭീകര ആക്രമണങ്ങൾക്കും പദ്ധതിയിട്ടു എന്ന കേസിൽ NIA പ്രത്യേക കോടതിയുടേതാണ് വിധി. പ്രതികൾ കുറ്റസമ്മതം നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ശിക്ഷാവിധി അതിവേഗത്തിലായത്. തടിയൻവിട നസീറിന് പുറമെ മുഹമ്മദ് ഫൈസൽ റബ്ബാനി, സാഹിദ് തബ്രീസ്, സയ്യിദ് സുഹൈൽ ഖാൻ, സയ്യിദ് മുദ്രസിർ പാഷ, മുഹമ്മദ് ഉമർ സൽമാൻ ഖാൻ എന്നിവരെയാണ് ശിക്ഷിച്ചത്. 7 വർഷം തടവിന് പുറമെ പ്രതികൾക്ക് 48,000 രൂപ വീതം പിഴയും കോടതി ചുമത്തിയിട്ടുണ്ട്. മറ്റൊരു മതത്തിൽപ്പെട്ടവരാണെങ്കിൽ അയാൾ അവരെ തീവ്രവാദവൽക്കരിക്കുകയും മതം മാറ്റുകയും ലഷ്കറിന്റെ ഭീകരപ്രവർത്തനങ്ങൾക്കായി റിക്രൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് ആരോപണം. 2017 മുതൽ ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ തടവിലായിരുന്ന സമയത്ത് നസീർ 8 തടവുകാരെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുകയും റിക്രൂട്ട് നടത്തുകയും ചെയ്തുവെന്ന് NIA കുറ്റപത്രത്തിൽ പറയുന്നു. സാധാരണ ഫോൺ കോളുകളിലൂടെയും എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയ പ്ലാറ്റ്ഫോമുകളിലൂടെയും നസീർ സഹപ്രതികളുമായും മറ്റുള്ളവരുമായും പതിവായും ബന്ധപ്പെട്ടിരുന്നു എന്നും കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം മൊബൈൽ ഫോണുകളും സിം കാർഡുകളും നശിപ്പിച്ചു എന്നുമാണ് വിവരങ്ങൾ. പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിൽ കേന്ദ്രീകരിച്ച് അതീവ രഹസ്യമായാണ് ലഷ്കർ-ഇ-തോയ്ബയുടെ ഗൂഢാലോചന നടന്നത്. വിവിധ കേസുകളിൽ ജയിലിൽ കഴിയുന്ന യുവാക്കളെ സ്വാധീനിക്കുക, തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, അവരെ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുക എന്നതായിരുന്നു നസീറിന്റെ ലക്ഷ്യം. ജയിലിനെ ഒരു റിക്രൂട്ട്മെന്റ് കേന്ദ്രമാക്കി മാറ്റി ലഷ്കർ-ഇ-തോയ്ബയുടെ നെറ്റ്വർക്ക് വ്യാപിപ്പിക്കാനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത്. 2023 ജൂലൈയിൽ ബംഗളൂരു സിറ്റി പോലീസിന്റെ ക്രൈംബ്രാഞ്ച് വിഭാഗമാണ് നഗരത്തിൽ സ്ഫോടനങ്ങൾ ലക്ഷ്യമിട്ട് സൂക്ഷിച്ച ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടികൂടി ഈ സംഘത്തെ തകർത്തത്. തുടർന്ന് ഗൂഢാലോചനയുടെ വ്യാപ്തി കണക്കിലെടുത്ത് കേസ് NIA ഏറ്റെടുക്കുകയായിരുന്നു. ജയിൽ മാറ്റത്തിനിടെയോ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയോ നസീറിനെ മോചിപ്പിക്കാനുള്ള സമാന്തര പദ്ധതിയും പ്രതികൾ തയ്യാറാക്കിയിരുന്നു. ആയുധ നിയമം, സ്ഫോടക വസ്തു നിയമം, UAPA തുടങ്ങിയ ഗുരുതര വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. കേസിലെ മറ്റൊരു പ്രതിയായ സൽമാൻ ഖാനെ റുവാണ്ടയിൽ നിന്ന് കൈമാറിയാണ് ഇന്ത്യയിൽ എത്തിച്ചത്. കേസിലെ മുഖ്യ ആസൂത്രകരിൽ ഒരാളായ ജുനൈദ് അഹമ്മദ് ഇപ്പോഴും ഒളിവിലാണ്. ജയിലുകൾ തീവ്രവാദ റിക്രൂട്ട്മെന്റ് കേന്ദ്രങ്ങളാകുന്നത് തടയാൻ കർശന നടപടികൾ വേണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തടിയൻവിട നസീർ ഉൾപ്പെടെയുള്ള കുപ്രസിദ്ധ ഭീകരർക്ക് കോടതി ശിക്ഷ വിധിച്ചത് തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിൽ വലിയ വിജയമായാണ് NIA കാണുന്നത്. 2022 ശിവമോഗ ISIS ഭീകര ഗൂഢാലോചന കേസ് ഒരു പ്രതിയെ പ്രത്യേക കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചു. കുറ്റവാളിയായ അറാഫത്ത് അലിക്ക് 6 വർഷത്തെ കഠിന തടവ് വിധിച്ചു. 2025 നവംബറിൽ ഈ കേസിൽ മറ്റു 2 പ്രതികളെ കോടതി ശിക്ഷിക്കുകയും 6 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. NIA കുറ്റപത്രപ്രകാരം മുസാവിർ ഹുസൈൻ, ഷാസിബ്, അബ്ദുൾ മത്തീൻ താഹ് എന്നിവർ ശിവമോഗയ്ക്ക് അടുത്തുള്ള തീർത്ഥഹള്ളിയിലും ബംഗളൂരുവിലും ആയിരിക്കുമ്പോൾ അറഫാത്തിനെ തീവ്രവാദിയാക്കി റിക്രൂട്ട് ചെയ്തു. 2019 ഡിസംബറിൽ CAA NRC പ്രതിഷേധങ്ങൾക്കിടെ അറാഫത്തും മുഹമ്മദ് ഷാരിഖും തീർത്ഥഹള്ളിയിൽ ഗ്രാഫിറ്റി എഴുതി. 2020 ജനുവരിയിൽ ഒരു ഓൺലൈൻ ഹാൻഡലറുടെ നിർദ്ദേശപ്രകാരം അറാഫത്ത് അറസ്റ്റ് ഭയന്ന് UAE ഓടിപ്പോയി എന്നാണ് വിവരങ്ങൾ. മറ്റു 2 പ്രതികളായ മുഹമ്മദ് ഷാരിഖ് അഹമ്മദ് എന്നിവർ ഇസ്ലാമിക് സ്റ്റേറ്റ്, ലഷ്കർ-ഇ-തോയ്ബ, താലിബാൻ എന്നീ ഭീകര സംഘടനകളെ പിന്തുണച്ച് മംഗളൂരു നഗരത്തിലെ 2 സ്ഥലങ്ങളിൽ ചുവരെഴുത്ത് നടത്തിയതായി NIA കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.